പ്രശസ്ത ഫോട്ടോഗ്രാഫർ രഘുറായി അന്തരിച്ചു. അദ്ദേഹത്തിന് 83 വയസ്സ് പ്രായമുണ്ടായിരുന്നു. പതിറ്റാണ്ടുകളോളം രാജ്യത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളും രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ ചലനങ്ങളും പകർത്തിയ ഫോട്ടോഗ്രാഫറാണ് വിടവാങ്ങിയത്. ഹി വാസ് ആൻ അൺയൂഷ്വൽ ടാലൻറ്റ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രഘുറായി പകർത്തിയ ഭോപ്പാൽ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ എത്ര കാലമാണ് ലോകത്തെ വേട്ടയാടിയത്? പറയൂ ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയുടെയും ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെട്ടിരുന്ന രഘുറായിയാണ് ഡൽഹിയിൽ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ മരണവിവരം അറിയിച്ചത്. രഘുറായി പകർത്തിയ ചിത്രങ്ങൾ, ആദ്യം അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ കാലത്താണ് ഈ ഫോട്ടോഗ്രാഫി എടുത്ത് തുടങ്ങിയത്. 23-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ടൈംസിൽ പ്രസിദ്ധീകരിച്ചു വന്നു. പിന്നീട് ഹിന്ദുസ്ഥാൻ ടൈംസ് 23-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തെ ഫോട്ടോ ജേർണലിസ്റ്റായി നിയമിക്കുകയായിരുന്നു. ഇന്ത്യയിലെ വിദേശത്തെയും വളരെ അറിയപ്പെടുന്ന മാധ്യമങ്ങളുടെയൊക്കെ ഫോട്ടോഗ്രാഫറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ SKN പറഞ്ഞതുപോലെ 1984 ഭോപ്പാൽ വാതക ദുരന്തത്തിൻ്റെ ആ ചിത്രം, ഒരു പിഞ്ചു ബാലൻ ഒരു പൂവ് മണ്ണിൽ വീണ് കിടക്കുന്നത് പോലെ രണ്ട് കണ്ണുകൾ പാതി അടഞ്ഞ നിലയിൽ ആ മണ്ണിൽ ചേർന്ന് കിടക്കുന്ന ചിത്രം പകർത്തിയിരുന്നത് രഘുറായി ആയിരുന്നു. അന്ന് രഘുറായി അതേക്കുറിച്ച് പറഞ്ഞത്, ആ സ്ഥലത്ത് എത്തുമ്പോൾ, ഭോപ്പാലിൽ വാതക ദുരന്തമുണ്ടായി എന്നറിഞ്ഞ് അവിടെ എത്തുമ്പോൾ അവിടെ ആകെ നിശബ്ദതയായിരുന്നു എന്നാണ്. അത്രത്തോളം ഒരു നിശബ്ദത അദ്ദേഹം അങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ആ നിശബ്ദത അത് ഈ കുഞ്ഞു മാത്രമല്ല, എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു കിടക്കുന്നത് അദ്ദേഹം കണ്ടു. ഗർഭസ്ഥ ശിശുക്കൾ ഭോപ്പാൽ വാതക ദുരന്തത്തിൽ മരിച്ചതിൻ്റെ വേദന, ഇതൊക്കെ അദ്ദേഹം പിന്നീട് പലവട്ടം പങ്കുവച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ലോകപ്രശസ്തരായ ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ എത്രയോ പേരുടെ, പ്രധാനമന്ത്രിമാരുടെ ഒക്കെ അവിസ്മരണീയമായ ചിത്രങ്ങൾ എടുത്തിട്ടുള്ളത് രഘുറായി ആയിരുന്നു. 1967 രഘുറായി പകർത്തിയ ഇന്ദിരാഗാന്ധിയുടെ ഒരു ചിത്രം, അത് ആ ഇന്ദിരാഗാന്ധി ഫയൽ നോക്കിയിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ പിൻഭാഗത്തു നിന്നുകൊണ്ടാണ് ആ ചിത്രം എടുത്തത്. കസേരയിലിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി. ചുറ്റും വളരെ വിനീത വിധേയരായി ഒരു സംഘം നേതാക്കൾ നിൽക്കുന്ന ആ ചിത്രം, അതും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മറക്കാൻ കഴിയാത്ത ചിത്രമാണ്. ഇന്ദിരാഗാന്ധിയുടെയും മദർ തെരേസയുടെയും ഒക്കെ എത്രയോ ചിത്രങ്ങളാണ് രഘുറായി പകർത്തിയിട്ടുള്ളത്. അതേക്കുറിച്ചും രഘുറായി പിന്നീട് പറഞ്ഞിട്ടുള്ളത്, ഈ ക്യാമറയിലൂടെ നോക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ, ഒരാളുടെ കണ്ണുകൾ ഒരു ഉഗ്രശേഷിയുള്ള കണ്ണുകൾ എന്ന നിലയിലാണ് തനിക്ക് തോന്നിയിട്ടുള്ളത്. അതേസമയം മദർ തെരേസയുടെ കണ്ണുകൾ ക്യാമറയിലൂടെ നോക്കുമ്പോൾ അത് ഒരു ശാന്തസാഗരം എന്ന നിലയിലാണ് തനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നും പറഞ്ഞിരുന്നു. 1972 രാജ്യം പത്മശ്രീ നൽകി രഘുറായിയെ ആദരിച്ചിരുന്നു. അമേരിക്കയിലെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫ്, US ഫോട്ടോഗ്രാഫി ഓഫ് ദി ഇയർ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. യുനെസ്കോയുടെയും അതോടൊപ്പം തന്നെ ലോകപ്രശസ്തമായ പല ഈ ഫോട്ടോഗ്രാഫർമാരുടെ ബോഡികളുടെയും ഒക്കെ ജൂറി അംഗമായിട്ടും രഘുറായി പ്രവർത്തിച്ചിട്ടുണ്ട്. SKN പലവട്ടം കേരളത്തിൽ രഘുറായി വന്നുപോയിട്ടുണ്ട്. 2018 അദ്ദേഹം ശബരിമലയിലും എത്തി നിരവധി ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വളരെ ഏറ്റവും, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് അദ്ദേഹം തുടങ്ങി, പിന്നീട് കളർ ചിത്രങ്ങളായി, പിന്നീട് ഏറ്റവും ഒടുവിൽ ഡിജിറ്റൽ ചിത്രങ്ങളായി. ഈ കാലത്തൊക്കെ 2014 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മൻമോഹൻ സിംഗ് കോൺഗ്രസ് സമ്മേളന വിവരങ്ങളുമായി ചേർന്ന് രഘുറായിക്ക് ആദരാഞ്ജലികൾ. അനുഗ്രഹീതനായ ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഫോട്ടോഗ്രാഫി കണ്ട ഏറ്റവും വലിയ വിസ്മയങ്ങളൊന്നായിരുന്നു കടന്നുപോയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.